കൊടും ശൈത്യത്തിലും വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന ഗവേഷണ കേന്ദ്രം അന്റാർട്ടിക്കയിൽ തുടങ്ങാൻ ഇന്ത്യ. ഇപ്പോഴുള്ള മൈത്രി സ്റ്റേഷന് പകരം വരുന്ന ഇരട്ടിയിലധികം വലിപ്പമുള്ള ഈ അത്യാധുനിക സ്റ്റേഷന് ഏതാണ്ട് 2150 കോടിയാണ് ചിലവ്. 2032 സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ധ്രുവപ്രദേശങ്ങളിൽ തുടങ്ങുന്ന 4ാമത്തെ റിസർച്ച് സ്റ്റേഷനായിരിക്കും ഇത്. ധ്രുവപ്രദേശങ്ങളിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അനുമതി ലഭിച്ചു. താമസിയാതെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് NCPR ഡയറക്ടർ ഡോക്ടർ തമ്പാൻ മേലേത്ത് പറയുന്നു. 40 വർഷത്തേക്കെങ്കിലും നിലനിൽക്കുന്ന സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ രൂപകൽപ്പനയായിരിക്കും. വേനൽക്കാലത്ത് 140 ശാസ്ത്രജ്ഞർക്കും അതിശൈത്യകാലത്ത് 40 പേർക്കും പര്യവേഷണം നടത്താം. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ, മനുഷ്യ സാന്നിധ്യമില്ലാത്ത കഠിനമായ ശൈത്യകാലത്ത് പോലും വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും കഴിവുള്ള ഓട്ടോമാറ്റിക് ഉപകരണങ്ങൾ എന്നിവ ഇവിടെ ഉണ്ടാകും. സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്കായി സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും ഉപയോഗിക്കും. മെച്ചപ്പെട്ട മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാകും. പുതിയത് സജ്ജമായാൽ നിലവിലുള്ള സ്റ്റേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കും. അന്റാർട്ടിക്കയിൽ ആദ്യത്തെ ഇന്ത്യൻ താവളമായ ദക്ഷിൺ ഗംഗോത്രി തുടങ്ങിയത് 1983-ലാണ്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. 1989-ലാണ് മൈത്രി സ്റ്റേഷൻ ആരംഭിച്ചത്. അന്റാർട്ടിക്കയിലെ 3ാമത്തെ സ്റ്റേഷനായ ഭാരതി 2012-ലാണ് തുടങ്ങിയത്. അന്റാർട്ടിക്കയിലുള്ളത് ഹിമാദ്രി സ്റ്റേഷനാണ്. ആഗോളതാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയെ പോലെ വലിയ തീരമേഖലയുള്ള രാജ്യത്തിന് പരമപ്രധാനമായതിനാൽ ധ്രുവ ഗവേഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്.